ബാബു അളിയൻ കുപ്പി തന്നെ അടിച്ചോട്ടോ. ഗ്ലാസ്സിലേക്ക് പകർത്തുമ്പോൾ ലുക്ക് പോയത്. മതി ലൈൻ കട്ട്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന കോട്ടയം ജില്ലയിൽ തലയിലപ്പറമ്പ് പഞ്ചായത്തിൽ വടയാർ വില്ലേജിലാണ്. അതായത് ഞങ്ങളുടെ നാട്. ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഉല്ലാസവടി ഷാപ്പ്. അതായത് നമ്മളിവിടെ എന്ത് ലാൻഡ്മാർക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ലോക്കൽ ലൊക്കേഷനിൽ കിടക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് ഉല്ലാസവടി ഷാപ്പിൻ്റെ നിയറസ്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ശരിക്കും വെള്ളം കയറി മുങ്ങിയൊക്കെ കിടക്കുക. അപ്പം ഞങ്ങൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എന്ത് മീൻപിടുത്തം പരിപാടിയൊന്നുമില്ല. ഇവിടെ വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് കാണിക്കാൻ പറ്റും. അപ്പോൾ നമ്മളാദ്യം ബോയിച്ചെടുത്തുണ്ട് ഇവിടെ ഷാപ്പിൻ്റെ മാനേജറും പാർട്ണറും ഓണറൊക്കെ കൂടിയാണ്. അപ്പം ആദ്യം ബോയിച്ചേട്ടനിൽ നിന്ന് തുടങ്ങാം നമുക്ക്. ബാ ഇതിലേക്ക് വേണം എന്ത് കയറുന്നിട്ടുള്ള കാഴ്ച. നമുക്ക് ഉല്ലാസവടി ഷാപ്പിന്റെ മാനേജറും പാർട്ണറും ബോയിച്ചേട്ടൻ ബോയിച്ചേട്ടൻ പറയാനുള്ളത് ബോയിച്ചേട്ടൻ എന്നാ പറയാനുള്ളത്? വെള്ളം പൊങ്ങിയുണ്ട് എന്താ ഇപ്പോൾ നിങ്ങളാ? വെള്ളം പൊങ്ങി നമ്മുടെ പ്രദേശ ആകപ്പാടെ ദുരിതത്തിലാണ്. കഷ്ടപ്പാടുകളുടെ ദിനമാണ് ഇനി വരും ദിനങ്ങൾ. പണിയോ വേലയോ നമ്മുടെ ഈ നാട്ടിലുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിലും ആർക്കും പണിയില്ലാത്തൊരവസ്ഥയാണ് നിലവിലിപ്പോൾ സംജാതമായിരിക്കുന്നത് ഈ കാലവർഷത്തിൽ. ഇതിന് ഒരു പ്രതിവിധി കണ്ടെത്തുവാൻ നിരവധി തവണ നമ്മുടെ സർക്കാരുകൾ പല രീതിയിലുള്ള പുറംബണ്ട് നിർമ്മാണവും കാര്യങ്ങളൊക്കെ ആലോചിച്ചു പോയതല്ലാതെ ഇതുവരെ ഒരു വികസന പ്രവർത്തനം നമ്മുടെ ഈ മേഖലയിൽ ഉണ്ടായിട്ടില്ല. ഈ കാർഷിക മേഖല പുറംബണ്ട് സംരക്ഷിച്ചാൽ മാത്രമേ നമ്മുടെ ഈ പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. കാലാനുസൃതമായി നമ്മുടെ തലയിൽപ്പറമ്പ് തൊട്ട് പൊന്നുരുക്കുംപാറ വരെയുള്ള പ്രദേശങ്ങളിൽ റോഡിൻ്റെ ശോചനീയാവസ്ഥ മാറിയിട്ടുണ്ട്. ഇനി ഒരടിയുടെ റോഡ് പൊങ്ങിയാൽ മാത്രമേ നമ്മൾക്ക് വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ യാത്ര നല്ല രീതിയിൽ നടത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇതിന് അധികാരികളുടെ കണ്ണ് തുറക്കണം. ഇപ്പോൾ നിലവിലുള്ള MLA വൈക്കം ബിനിമോൻ ഈ പ്രദേശവാസികളുടെ ദുരിതങ്ങൾ നേരിട്ട് വന്ന് കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പല കുടുംബങ്ങളിലെ ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. ഒരു വീട്ടിൽ പോലും കഞ്ഞിയോ കറിയോ വയ്ക്കാനുള്ള വിറകോ മറ്റുള്ള സാധന സാമഗ്രികളോ ഒന്നും തന്നെ ഈ പ്രദേശത്ത് നിലവിൽ ആരുടെയും ഭവനങ്ങളിലില്ല. ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നിലവിലുള്ള അധികാരികൾ ആരാണോ അവരിതിൽ ശ്രദ്ധ ചെലുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള കാര്യം ഇനിയിപ്പോൾ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വെള്ളമൊക്കെ ഇറങ്ങി ഇത് കഴിയുമ്പോഴത്തേക്ക് ഒന്നും കൂടി നമ്മൾ അടിപൊളിയായിട്ട് ഉല്ലാസവടി ഷാപ്പ് റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഷാപ്പിലോട്ട് വരും കേട്ടോ. എല്ലാ അടിപൊളി സാധനവും നമുക്കിവിടെ കിട്ടും. ഇപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഷാപ്പിലെ മെയിൻ പണിക്കാരുണ്ട് ഇവിടെ. നമ്മളെ സുദർശനാണ്. കാര്യമായിട്ട് എന്തോ പരിപാടിയില്ല. ശരിയാ കേട്ടോ. കാര്യമായിട്ടല്ല കേട്ടോ, കാര്യമായിട്ടുള്ള പണിയിലാണ് പുള്ളി. നിങ്ങളുടെ ഷാപ്പിലിട്ടാണോ? ഷാപ്പിലെ മെയിൻ പണിയായിരുന്നു. അതെ, ഈ വെള്ളപ്പൊക്കം ഈ ഷാപ്പിൽ വെള്ളം കയറിയൊക്കെ എന്നാ നിങ്ങളുടെ ഇപ്പം നമ്മുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നമുക്കൊരു 6 മാസം വെള്ളത്തിലും 6 മാസം കരക്കുമാണ്. പക്ഷേ ഈ 6 മാസത്തെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര ദുരിതം പിടിച്ചൊരു ജീവിതമാണ്. ഇപ്പോൾ ഒട്ടുമുക്കൽ ആൾക്കാരും ക്യാമ്പിലാണ്. പിന്നെ കുറേ പേര് ഇവിടെ ഉണ്ട്. അതിനുവേണ്ടി പ്രവർത്തിച്ച് നടക്കുന്ന മനീഷ് അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാർ ഇതിനുവേണ്ടി പ്രവർത്തിച്ച് വളരെ കാര്യമായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം ആകുമ്പം അവിടെ നിന്നൊരു ടിപ്പർ വിട്ടേക്കാൻ തുടങ്ങിയിട്ട് മാക്സിമം ആൾക്കാർ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും സ്കൂളിലെത്തിയ കാരണം നോക്കി നിൽക്കും തോറും വെള്ളം കയറി വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. കാരണം നമ്മുടെ താഴ്ന്ന പ്രദേശമാണ്. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷനാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഉല്ലാസവടി ഷാപ്പിൻ്റെ ഭാഗത്തിലാണ്. ഇവിടെ നമ്മുടെ ബോബി എന്ന് പറയുന്ന ഒരാളാണ് ഈ ഷാപ്പ് എടുത്തിരിക്കുന്നത്. അവരുമായിട്ട് വേറെ കമ്പനിയാണ്. പിന്നെ ഇവിടെ അത്യാവശ്യ കറി വെക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഞാനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. എന്നാലും വെള്ളം കണ്ടതാനും കൂടുതലാണ്. മിക്കവരും ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് സ്കൂളിലോട്ട്. അതായത് ക്യാമ്പുകൾ ഇപ്പം നമ്മുടെ ഏജ് ജോൺ ഞങ്ങളുടെ സ്ഥലത്തോടൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഇവിടെയുള്ള പിള്ളേരെല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരും അതിനായിട്ട് സഹകരിക്കുന്നുണ്ട്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ശരം വേലും വെട്ടം കണ്ടപ്പം എന്തെങ്കിലുമൊക്കെ ഷാപ്പിൽ ചെയ്ത് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ജോലി പണിയും കാര്യങ്ങളൊക്കെ കുറവല്ലേ? ഇപ്പോൾ പണി കഴിഞ്ഞു ഷാപ്പ് ഇപ്പോൾ കച്ചവടം കുറവല്ലേ? അപ്പോൾ കച്ചവടം കുറവാണ്. എന്നാലും അവർക്ക് നിർത്താനും പറ്റില്ല. അതുകൊണ്ടുള്ള ഒരു സിറ്റുവേഷൻ. കാരണം ഇങ്ങനെയാണെങ്കിലും നിർത്താനും പറ്റില്ല, അടക്കാനും പറ്റില്ല. കാരണം ചെത്തുകാരെ കള്ളുമില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പോൾ കാരണം 2-3 ചെത്തുകാരുണ്ട്. അപ്പോൾ കാരണം നിർത്താനും പറ്റത്തില്ല. അപ്പോൾ അപ്പോൾ അതെ, നമുക്ക് നമ്മുടെ ഇവിടെ ഇപ്പോൾ മനീഷണ്ണുണ്ട്. മനീഷണ്ണ ഒട്ടുമിക്ക നമ്മുടെ ഊട്ടി വ്ളോഗിൻ്റെ അകത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചേട്ടൻ അല്ലാണ്ട് ഒരുപാട് നമ്മുടെ വീഡിയോയിലൊക്കെ വന്നതാണ്. അപ്പം ഇവിടെ ശരിക്കും പറയാൻ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകനും നമ്മുടെ ഒരു കൂട്ടുകാരനും ചേട്ടനുമായിട്ടുള്ള പോലെ. അപ്പം ഇയാളുടെ വീടൊക്കെ ശരിക്കും പറയാൻ മുങ്ങിക്കിടക്കുകയാണ്.
അപ്പോൾ അണ്ണൻ എന്നാ പറയാനുള്ളത് കേൾക്കാം. എനിക്ക് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഈ ഒരു സമയത്ത് നമ്മൾ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ ജീവിക്കാനുള്ളൊരു നെട്ടോട്ടം പുറപ്പാട് സിനിമയിൽ നമ്മൾ കാണുകയില്ല എന്ന് പറഞ്ഞിട്ട് യാത്രയെ ഒരുപാട് മുഖാമുഖം കണ്ട് ഞങ്ങൾ ഒരുപാട് പേരെ രക്ഷിക്കാനൊക്കെ ഞങ്ങൾക്ക് സാധിച്ചു. ഇന്നും ക്യാമ്പുകൾക്ക് ഒരുപാട് ഭക്ഷ്യസാധനങ്ങളൊക്കെ എത്തിക്കാനുണ്ട്. അതിൻ്റെയൊക്കെ ഒരു തിരക്കിലാണ്. അപ്പം ഇവരെ നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഞാനിവിടെ ഇതിനു വേണ്ടി നിന്നതാണ്. പിന്നെ ഇവിടെ വന്ന ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞില്ല, ഇന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഷാപ്പാണ്. ഈ ഷാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ഒരു ആഹാരമാണെങ്കിൽ പോലും ഇവർ നമുക്ക് തന്നത് വളരെ കൈപ്പുണ്യത്തോടു കൂടിയാണ്. ഇവിടെയുള്ള ആൾക്കാർ മുഴുവനും ഇവിടുത്തെ ഒരു അംഗത്തെപ്പോലെയും എല്ലാ രീതിയിലും ഒരു ഷാപ്പിനെ ഞാൻ പുറത്ത് പറയുകയല്ല എങ്കിൽ പോലും ഇവരുടെ പെരുമാറ്റവും എല്ലാം. ഇനി ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട്, ഓരോരോ കാര്യങ്ങൾ കളക്ട് ചെയ്യാനുണ്ട്. ക്യാമ്പിൽ പോകണം, ആഹാരം സംഘടിപ്പിക്കണമല്ല എത്തിക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഈ പ്രദേശത്ത്, അതായത് വടയാർ വില്ലയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമായ മനക്കച്ചിറയിലുണ്ട്. അതായത് എൻ്റെ വീട്ടിലേക്ക് നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ശരിക്കും പറയാം നമ്മൾ ഉല്ലാസ ഷാപ്പിൻ്റെ അവിടെ നിന്ന് പോകുന്നു. നമ്മുടെ മെയിൻ ഷാപ്പിൻ്റെ അവിടെ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ള മെയിൻ റോഡാണ് ഈ നീങ്ങി കിടക്കുന്നത്. അവിടെ എന്തോരം വെള്ളം റോട്ടിലുണ്ടെന്ന് ഞാൻ അവിടെ ഇറങ്ങി നിന്ന് കാണിച്ചു തരാം. ഇതാണ് റോഡ്. അത് ഇത്ര വെള്ളമുണ്ട് ഇവിടെ റോഡ്. ഇതുപോലെ തന്നെ അങ്ങേ അറ്റം വരെയും വെള്ളം തന്നെയാണ്. ഇപ്പോഴും നമ്മൾ ഇതിലും വെള്ളമുള്ള സ്ഥലത്തോട്ടാണ് നമ്മളിനി പോകാൻ പോകുന്നത്. ഇന്നലെ ഈ റോട്ടിൽ നിന്നാണ് ഞാൻ വരാല് ചൂണ്ടിട്ട് പിടിച്ചത്. എന്താ അവസ്ഥയൊക്കെ കണ്ടത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും പിടിക്കേണ്ട സാധനത്തിന് റോട്ടിൽ നിന്ന് പിടിക്കും. അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ എഴുമാന്തുരത്ത് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ വന്ന സ്ഥലം, പ്രോപ്പർ സ്ഥലം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇതാണ്. ശരിക്കും പറഞ്ഞാൽ മനക്കച്ചിറ ഭാഗമാണ്. ഈ പാലമാണ് മിക്കപ്പോഴും എല്ലാവരും കാണാൻ വീഡിയോ ഇടുന്ന ഏരിയ. ആകെ നമ്മുടെ ഇവിടെ ഇച്ചിരി പൊക്കമുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ പാലത്തിൽ മാത്രം ശകലം വെള്ളം കയറാൻ സ്ഥലമുള്ളൂ. അതും 2 ദിവസം കൂടി അതും മുങ്ങും. ഇനി നമ്മൾ പോകുന്നത് ഏകദേശം ആ ഭാഗത്തേക്കാണ്. അവിടെയാണ് എൻ്റെ വീട്. അപ്പോൾ ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു മോട്ടോർ വരെ കേട്ടോ, ഈ കൃഷി ചെയ്യാൻ വേണ്ടി വെള്ളം പറ്റിക്കാൻ വേണ്ടിയുള്ള. അപ്പം ഞങ്ങൾ ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. നമ്മൾ എപ്പോഴും വന്ന് ഇരിക്കണമൊക്കെ സ്ഥലമൊക്കെ ആയിരുന്നു. ആൾക്കാരൊക്കെ ഇത് അങ്ങ് നോക്കുമ്പോൾ കാണാം ഈ കുറേ ആൾക്കാർ വള്ളത്തെ പോകണം. ശരിക്കും പറഞ്ഞാൽ അവർ ക്യാമ്പിൽ പോകാൻ വേണ്ടി റോട്ടിലേക്ക് കയറാൻ വേണ്ടി അങ്ങ് പോകണം റോട്ടിൽ കയറണമെങ്കിൽ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ. കണ്ടത് ഇവിടെ എല്ലാം മുങ്ങി നശിച്ച് കിടക്കുക. ഈ റോഡൊക്കെ ശരിക്കും പറയാം ഒരു മീറ്റർ ഹൈറ്റ് കൂടുകയാണെങ്കിൽ ഇത്രയും വെള്ളമൊന്നും നമ്മുടെ ഇവിടെ ബാധിക്കുകയില്ല. അതൊക്കെ ഇനി മുന്നുള്ള കാലങ്ങളിൽ ആരെങ്കിലും ചെയ്താൽ ആയെന്ന് പറയാം. ഇതുവരെയുള്ള ആൾക്കാരൊന്നും ചെയ്തിട്ടില്ല. ഒരു പാലത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ ശരിക്കും പറയാം വ്യൂ പോയിന്റ്, എഴുമാന്തുരത്ത് വ്യൂ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലം ശരിക്കും പറയാം പ്രോപ്പർ എഴുമാന്തുരത്തല്ല, ഇത് മനക്കച്ചിറ ഭാഗമാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഇട്ട് വന്നവരൊക്കെ ഇട്ടാണ് എഴുമാന്തുരത്തായത്. അവിടെ നമുക്കൊരു പാലമുണ്ട്, ഇവിടെ നമുക്കൊരു പാലമുണ്ട്. ഇതാണ് പാലം. റോഡ് ഇവിടെ പാലം അവിടെ. ഇപ്പം എന്നാണ് ഞങ്ങൾക്ക് ഉപകാരമുണ്ട്. ഞങ്ങളുടെ 2 ട്രില്ലറാണ് കയറ്റിയിട്ടേക്കണം. അതുകൊണ്ടും പിന്നെ ഇവിടെ ഞങ്ങൾ ക്ലബ്ബിലെ പരിപാടി അവതരിപ്പിക്കാനുമാണ് സ്റ്റേജായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാലം ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതുവരെ വെള്ളപ്പൊക്കത്തിന് കയറിയിരിക്കാം നമുക്ക്. ഇതിലും പരിപാടിയൊക്കെ ഇവിടെ ചെയ്തേക്കണം. ഇവിടെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഇതിൻ്റെ അകത്തും 2-3 വീടുണ്ട്. ഈ ബ്ലോക്കിൻ്റെ ഈ പാർശ്വകാരത്തിൻ്റെ ബണ്ടിൽ 2-3 വീടുണ്ട്. അവർക്ക് പോകാനുള്ളൊരു വഴിയാണ് ഈ ബണ്ട്. ഇങ്ങോട്ട് കയറാനുള്ള പാലം ഞാൻ കാണിച്ചു തരാം.
ഇതാണ് അവർക്കുള്ള പാലം. നമ്മൾ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ദ്വാ കാണുന്നതാണ് നമ്മുടെ വീട്. അവിടെ എന്തോരം വെള്ളമുണ്ട്, മുറ്റത്ത് എന്തോരം വെള്ളമുണ്ട്, അകത്ത് എന്തോരം വെള്ളമുണ്ട് കാര്യം നമുക്ക് കാണിച്ചു തരും. നേരെ കൂട്ടിയൊക്കെ വേണമെന്ന് അറിയാൻ നോക്കട്ടെ. തിരക്കാത്ത ഊർത്തിനും കയറി പറ്റിയിട്ടുണ്ടെന്ന് അറിയാം. ഇതിനേക്കാളും വെള്ളമുള്ള സ്ഥലമൊക്കെയാണ് ആ കാണുന്നത്. ഇതിനേക്കാളും വെള്ളം ഉണ്ട്, പക്ഷേ തിരക്കാത്ത ഏറ്റവും കൂടുതൽ വെള്ളം നമുക്കാണ്. അതൊക്കെ ഇച്ചിരി ഹൈറ്റുള്ള ഏരിയയാണ്. പിന്നെ ഇവർക്കൊന്നും വെളിയിലോട്ട് പോകാൻ ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് ഞാനൊക്കെ ഇവിടുന്ന് ഞങ്ങൾ നേരെ കൊച്ചിൻ്റെ വീട്ടിലോട്ട് ഷിഫ്റ്റ് ആയി. ഇത് കണ്ടോ, കാട്ടിനകത്തൂടി കയറ്റാതെ പുഴുവൊക്കെ കാണും. അതെന്നാ കാണിച്ചേ? ഞാൻ തുഴ എടുത്താ തുഴ അവളുടെ അങ്ങേറ്റത്തിലിരിക്കും. അപ്പോൾ നമ്മളിത് വീടിൻ്റെ എത്തിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ അടുക്കള വാതിൽ. അടുക്കള പോയാലും വെള്ളം കിട്ടും. അരകല്ലി തൊഴിലോട്ട് പോട്ടെ. ഇത് വേറെ ഇടാനൊന്നും ഇല്ല, ഞാൻ ഇറങ്ങി കാണിച്ചാൽ. ഇവിടെ എന്തോരം വെള്ളമുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് തുടവച്ച് കാണിച്ചു കൊടുക്കാം. ഞാൻ എന്നെ കാണിച്ചാൽ പോയി. ഞാൻ ചുമ്മാ നിൽക്കില്ല, എപ്പോഴും ഇറങ്ങാൻ നിൽക്കും. ഞാൻ എനിക്ക് കണ്ടുപിടി പറയും. ഇതിനകത്ത് കുറെ പേരൊക്കെ ഉണ്ട്, കുറച്ചൊക്കെ പോകും. ഞാൻ ഇറങ്ങി കളിക്കട്ടെ. ഇവിടെ വല്ല ഉണ്ടോ? അല്ല, അവിടെ ഒന്നും അത്രയും വെള്ളമുണ്ടല്ലേ? ഇത്രയും വെള്ളമുണ്ട്. ഞാനൊക്കെ ഇറങ്ങിയത് അടച്ചിട്ടേക്കുവാ. അല്ല കുറക്കാം. ഇത് കൊമ്പ് പോലും താഴത്തില്ല. ഒരു കൈ തന്നെ എന്ത് കഷ്ടപ്പാടാണ് അറിയാം. നീ അതിൽ നമുക്ക് പിറക്കാത്തൊരു വീടില്ല. ഹാളിലെ കട്ടിൽ ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊക്കെ കയറ്റി വെച്ചേക്കുവാണ്. പിന്നെ കട്ടില് ആത്മഹത്യ ചെയ്ത് കട്ടിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ടി വി സേഫ് സേഫാണ്. ഇത് രണ്ടാമത്തെ കട്ടില് അച്ചായി കെട്ടി തൂക്കി. സകല സാധനം കെട്ടിത്തൂക്കിട്ടേക്കുവാണല്ലേ. പിന്നെ ഇല്ലാണ്ട് വേറെ രക്ഷയില്ലടാ. എന്റെ വീട്ടിൽ നോക്കട്ടെ, എന്റെ കട്ടില്. ഉയ്യോ, ഇതെന്റെ കട്ടില് മൊത്തം വെള്ളം. എത്ര ഇഷ്ടിക? 1 2 3 4 ഇഷ്ടിയൊക്കെ അത് ഒട്ടി വെച്ചേക്കണം. എന്നിട്ടും വെള്ളമായി. അടുത്ത ഇഷ്ടിക ഒക്കാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. കസേരയൊക്കെ മറിഞ്ഞ് ഫാന് സൗണ്ട് കേൾക്കണം. കസേര കിടന്ന് അറിയണത്. വാ.
അപ്പം നമുക്ക് അപ്പുറത്ത് ഇതിൻ്റെ ചുറ്റും വേറെ കുറേ വീടൊക്കെ ഉണ്ട്, അതുകൂടി കണ്ടിട്ടൊക്കെ വരാം. ശരി പറയാം, ഈ ഏരിയയിൽ ഏറ്റവും താഴ്ന്ന സ്ഥലത്തിരിക്കുന്നതും ഏറ്റവും ഹൈറ്റുള്ള വീട്ടിലേക്ക് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ അംഗസംഖ്യ ഉള്ള വീട് വളരെ ബന്ധപ്പെട്ട വീട്. അവിടെ ആരും ക്യാമ്പിൽ പോകാൻ പറഞ്ഞിട്ട് ഇതുവരെ പോയിട്ടില്ല. ആ തുണിയൊക്കെ കൃത്യമായിട്ട് ഉണങ്ങുമല്ലോ അളിയാ. അത് എടുക്കണമെങ്കിൽ വേറെ തുണി നനക്കണം. അപ്പൊ ഇത് പിന്നെ എന്തായിരിക്കും? അവനെ പിടിക്ക്. ആ നിങ്ങളെ വീട് വരെ അത് വരുവാ. ഏറ്റവും പൊക്കമുള്ള വീട്ടിൽ വന്നേക്ക് ഒന്നും ആൾക്കാർ പിന്നെ അതെ അതെ. അവിടെ നമുക്ക് ഇതിന്റെ അകത്ത് കയറി ഇവിടെ എത്ര പേരുണ്ടെന്ന് നോക്കാം. ഇവിടെ ഒരു ലോഡ് ആൾക്കാരുണ്ട്. സ്പൈഡർമാനെ സ്പൈഡർമാൻ ഇവര് കരക്ക് കയറാൻ വേണ്ടി ഒരാൾക്ക് കയറാൻ പറ്റത്തില്ല. സ്പൈഡർമാൻ്റെ ഉണ്ട്. ഇവനാണോടാ സ്പൈഡർമാൻ? ഇത്രയും പ്രശ്നം എവിടെ ചെയ്യുന്നുണ്ട്. ഒരാൾ അവിടെ നിന്ന് വെട്ടി വിഴുകുന്നുണ്ട്. ഇത്ര ആൾക്കാർ ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ ഇത് അറിയുന്നുണ്ടെന്ന് നോക്കിയേ. ഓക്കെ ഓളെ തീറ്റ ഇത് ഫ്ലൈറ്റ് വരെ കടിച്ചില്ല ഈ കണക്കിനാണെങ്കിൽ. ഇവിടെ പിള്ളേര് പട്ടിണി കിടക്കുക, അവള് അവിടെ ഉണ്ട്. സിംഗിട് കിടക്കുന്നു കിടക്കുന്നു. അതെ അതെപ്പോഴും അങ്ങനെയാണല്ലോ. ാണ് അകത്തേക്ക് വെള്ളം കയറാത്ത. മുറ്റത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇത്ര വെള്ളമാണ് വീട്ടത്. ഞങ്ങളുടെ വരി കാണിച്ചിട്ടുണ്ട്. അമ്മേ സ്പൈഡർമാന്റെ തുണിയാണ് ഇവിടെ വലിയ ചോറെടുക്കല്ലോ വണ്ടിക്ക്. എടാ ഇങ്ങിട്ട് മാറുന്നത് നല്ല കുഴിയാട്ടാ. ഇത്രയും വെള്ളമുണ്ട് വഴിയിൽ. ആള് സെന്ററില്ല. അങ്ങോട്ട് പോകുമ്പോ ഇതിനെക്കാട്ടി വെള്ളം കൂടും. അങ്ങോട്ട് ഇതിനെക്കാട്ടി വെള്ളമുണ്ട്. വെള്ളമുണ്ട്. ഈ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് റോട്ടിൽ പോണെങ്കിൽ ഞങ്ങൾ ഇവിടെ നീന്തി, അത് കണ്ടോ അവിടെ നിന്ന് അങ്ങനെ നീന്തി കറങ്ങി അതുവഴി റോഡ് വരെ ഞങ്ങൾ നീന്തി പോയാലാണ് കാര്യം. ഞങ്ങൾക്ക് റോട്ടിൽ എത്തിക്കഴിഞ്ഞാലാണ് അവിടെ വണ്ടി കിട്ടിയാൽ വണ്ടിക്ക് പോവാം. പിന്നെ ഇപ്പം ആർക്കും ജോലിക്ക് പോയ ഒരു സാഹചര്യം ഇല്ലത്. അതുകൊണ്ട് ഞങ്ങൾ വലയിട്ടിട്ടുണ്ട്. ഇത് കറി വെക്കാൻ മീൻ പിടിക്കും. ഇന്നത്തെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കറി വെക്കും. പിന്നെ റേഷൻ കട ഉള്ളതുകൊണ്ട് അരിയുണ്ട്, വലിയ കുഴപ്പമില്ല. അങ്ങനെ അങ്ങ് പോകുന്നു. ഇവിടെ ഭരണത്തിരുന്നവരെ കൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടൊക്കെയാണ് ഇത്തവണ എല്ലാവരും മാറി വോട്ട് ചെയ്തത്. മാറി വോട്ട് ചെയ്തിട്ടും ഞങ്ങൾക്ക് ഇപ്പോഴും പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നും കണ്ടില്ല. ഇനിയും എങ്കിലും ഒരു മാറ്റമൊക്കെ വരുമെന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഇരിക്കണത്. കിടക്കുക
പൊക്കിയെല്ലാം വെച്ചില്ലല്ലോ. ആ ഞങ്ങളെ പോട്ടെ. എല്ലാ ക്യാമ്പിലേക്ക് വല്ലതും പോട്ടോ? ക്യാമ്പിലേക്ക് പോകാനുള്ളത് ഇറക്കാണ്. അല്ലെങ്കിൽ പിന്നെ അമ്മ അല്ലേ ഇവിടെ ഒരു കന്നുകാലി മാത്രം രക്ഷപ്പെട്ടേക്കണം. കന്നുകാലികളുടെ കൂടെ കന്നുകാലി തൊഴുത്തി കന്നുകാലി എന്നെ കെട്ടാൻ വേണ്ടിയുള്ള എല്ലാം റെഡിയാക്കുക. തൊഴുത്തില് കന്നുകാലി എന്നെ കെട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുക ചോദിച്ചത്. ചേട്ടാ ഈ ഇഷ്ടി ആ പാലത്തിൻ്റെ ഇവിടെ ഇറക്കിയിട്ടിരുന്നില്ല, അത് കാണുമ്പോൾ തന്നെ അറിയും. എന്ന് കേട്ടി കെട്ടു പാടത്തിന്റെ അങ്ങോട്ട് കയറ്റാൻ മോനെന്തായാലും പറയാനുണ്ടോടാ? കുട്ടപ്പശ എല്ലാം പറയാനുണ്ടോ? ഞങ്ങളൊരു വീഡിയോ ഒക്കെ എടുത്ത് വരുവാ വെള്ളപ്പൊക്കത്തെ കുറിച്ച്. ഇതാ പഞ്ചായത്തുകാർക്ക് കൊടുക്കാൻ വേണ്ടിയാ വല്ലതും പറയാനുണ്ടോ? ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്കുള്ള ഞാൻ പ്രശ്നമുണ്ടേ പറഞ്ഞു, ഇത് അവരത് കാണിക്കാൻ വേണ്ടിയാ. അതെ, തൊഴുത്തിനകത്ത് വെള്ളം കേട്ട് പശുവിനെ കെട്ടാൻ നിവൃത്തിയില്ല. എങ്ങോട്ടാ കൊണ്ടുപോകാൻ, എങ്ങോട്ടാ കൊണ്ടുപോകാൻ അങ്ങോട്ട് പോക്കും നടക്കിയല്ല. പിന്നെ ഈ ഇഷ്ടയൊക്കെ വെച്ച് പൊക്കി നിർത്താനുള്ള സെറ്റപ്പ് നോക്കിട്ടിരിക്കുക. ഇനി ഇതിലെ പക്കത്ത് വെള്ളം കയറുവാണെങ്കിൽ വെള്ളം വിളിച്ച് കൊണ്ടുപോകേണ്ട വരും. തലവെളുപ്പം ഇറക്കേണ്ടി വരും. വീട്ടിലൊക്കെ എങ്ങനെയുണ്ട്? വീടിൻ്റെ അകത്ത് കട്ടിലെ മുട്ടാറായൊക്കെ നിൽക്കുവാണ്. അത് പൊക്കി വെക്കുന്നുണ്ട് കട്ടില്. അത് പൊക്കി ഇഞ്ഞങ്ങാട്ടാ പൊക്കണത്. ഉത്തരത്തെ മുട്ടാറായി. ഉത്തരത്തെ മുട്ടേ പിന്നെ പൊക്കാൻ തലയില്ലല്ലോ. അപ്പൊ നമ്മള് പശുവിനെ തൊഴുത്തി കെട്ടിക്കൊണ്ട് നാളെ വീടായി. അത് വേണ്ട. ഞങ്ങള് എല്ലാരും അവസ്ഥയൊക്കെ നിന്നെ ഇവിടെ പെണ്ണ് കാണാൻ വേണ്ടിയല്ല, നീയൊക്കെ വെള്ളത്തിൽ മലവെള്ളം അത് പറയാൻ പോയതുകൊണ്ട് ഞാൻ സൂം ചെയ്തിട്ടുണ്ടോ? മരവെള്ളം കയറി ചാകണം വീഡിയോ ഒന്നും എടുക്കരുത്. ഞാൻ കിടക്കാത്തൊട്ടൊന്നും ജസ്റ്റ് പറ. 4 ഇഷ്ടിയൊക്കെ ഒരു പൊക്കം വരെ വീടാ റിസ്ക്. അയ്യോ നീ അലക്കാൻ പറ്റേണ്ട ഒഴിവാ. പഞ്ചായത്തിൽ നിന്ന് എങ്ങനെ കിടക്കൂടാ ഇവിടെ? ഇതിൽ പോണില്ലേ? പാവപ്പെട്ടോ നമുക്ക് ബിസ്ക്കറ്റ് ക്യാമ്പിൽ പോണില്ലേ? പശുവിനെ എങ്ങനെയാണ് അങ്ങോട്ട് ആകാൻ പറ്റും? ആ കന്നിനെ കണ്ടിച്ച് ചുട്ടു തിന്നു. വേറെ പണിയൊന്നുമില്ല. ക്യാമ്പിൽ പോകാൻ ഈ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ? ഓമനെ അവിടെ ഉണ്ടോ? അവിടെ ഉണ്ടെന്ന് കേട്ടോ, ഒരു വീട്ടുണ്ട്. അവരിതുവരെയായിട്ടും ക്യാമ്പിൽ പോയിട്ടില്ല. അതെ അതെ, ഒരു ബൈക്ക് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഈ ബൈക്ക് ഒരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെടില്ല കേട്ടോ. അതിലേ കരകാട കടല മേലെ ഇപ്പോഴത്തെ തന്നെ ആശാന്റെ പ്രശ്നം. എന്റെ പ്രശ്നം നിങ്ങളൊക്കെ തന്നെ പറഞ്ഞു കേട്ടോ. പറ, ഇതില് വലിയ അല്ലേ? വീട്ടിലെങ്ങനെയുണ്ട്? വെള്ളം കയറിയ പിന്നെ പിറക്കാത്ത അരക്കൊണ്ട് ആണോ? ഇത് ഈ താറാവുമായിട്ട് നടക്കണതിന്റെ കാര്യം? താറാവോ? അതുങ്ങൾക്കും ജീവിക്കണ്ടേ, എനിക്കും ജീവിക്കണ്ടേ. ഈ വ്ലോഗ് ചിലപ്പോ ഇവിടെ വെച്ച് ചിലപ്പോ കട്ടാകാൻ ചാൻസ് ഉണ്ട്. എന്നുവെച്ചാൽ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടി നടക്കിയല്ലോ. അതുകൊണ്ട് ഇപ്പൊ നമ്മള് വള്ളത്തെ കണ്ടില്ലേ, ആ പുള്ളിയുടെ വീടായത്. നമ്മൾ തന്നെ വെൽഡിങ് വർക്കായിട്ട് കിടക്കണോണ്ട് നമ്മളൊക്കെ തന്നെ ചെയ്ത വർക്കുകളാണിത്. പക്ഷേ നമുക്ക് മുകളിലേ ചെയ്യാൻ പറ്റുള്ളൂ, താഴത്തൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ വീട് മൊത്തത്തിൽ നേരത്തെ കാറ്റും മഴയും വന്ന് ഇടിഞ്ഞു പോയതാണ്. ഇപ്പം തന്നെ ഇത്രയും മുങ്ങി, നമ്മളും മുങ്ങി. ഇത് കണ്ടോ, ഇപ്പം തന്നെ ഈ വള്ളത്തിൽ ഞാൻ പറഞ്ഞില്ല, കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞില്ല ഈ വള്ളം മുങ്ങുന്നു. അതുപോലെ തന്നെ വള്ളം മുങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ഞാൻ അവിടെ ഇരുന്ന മൊത്തം മുങ്ങും, അതാ ഞാൻ ചാടിക്കളത്. അല്ല, വള്ളം മൊത്തം മുങ്ങൂടി. ഇതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവും, മൂത്രം വയ്ക്കാൻ പറ്റും.
കോരടി കോരി. ഇത് എൻ്റെ ഫോണാ, എൻ്റെ ഫോൺ സേഫ് ആയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇരുന്നോണ്ട് സേഫ് ആയത്. മരിയക്കാരാ സൂക്ഷിച്ചത്. നമ്മുടെ ഈ ശരിക്കും ഈ ഭാഗത്തുള്ള ഒരു കാവാണ്, സർപ്പത്തിൻ്റെ കാവ്. ഇതൊക്കെ വെള്ളത്തിൻ്റെ അടിയിലിട്ടായിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ കാവിരിക്കണത് നമ്മുടെ റോഡ് സൈഡിലാണ്. കാവിൻ്റെ നമ്മുടെ ഇപ്പുറ സൈഡിലായിട്ട് റോഡുണ്ട്, അങ്ങോട്ടുള്ള റോഡാണിത്. അത് ഏകദേശം ഒരു നമ്മുടെ ഒരു അരയുടെ അത്രയും വെള്ളം കാണും അതിൻ്റെ അകത്ത്. അപ്പം നമ്മുടെ വടയാർ ഭാഗത്ത് ആകപ്പാടെ ഒരു വെള്ളത്താൽ ചുറ്റപ്പെട്ട ദ്വീപ് ഒരെണ്ണേ ഉള്ളൂ. അതാണ് കുന്നുതറക്കരിയിൽ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം അരുളിയൻ്റെ വീടുള്ള സ്ഥലം. ഇത് ഈ കാണുന്നതാണ് അരുളിയൻ്റെ വീട്. ഇങ്ങോട്ട് റോഡൊന്നുമില്ല, ആ ബണ്ടേ കൂടി വേണം. അതായത് ചെറിയ ബണ്ടുണ്ട്, ആ റോട്ടിൽ നിന്ന് നടന്നു വന്നം. വെള്ളമായി കഴിഞ്ഞാൽ വള്ളത്തിൻ്റെ ആശ്രയം. ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ വന്നേക്കണം. ഞാൻ ഈ അരുളിയാൻ വേണ്ടി അവനവൻ്റെ വീടും പരിസരവും ഒന്ന് കാണാൻ. അത് ഇവിടെ വീഡിയോ കാണിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലായില്ല. പക്ഷെ അരുളിയന് മനസ്സിലായി. നമ്മുടെ സ്ഥലം ദുഹോദ്, അവിടെ നിന്നാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ജസ്റ്റ് അരുളിൻ്റെ വീടും പരിസരം എന്തോരം വെള്ളം ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് പോവാം. നിർത്തറ എന്നതാടാ അവിടെ ഉണ്ടാക്കണത്? എന്നാ കറി? അയ്യോ അരു, നീ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിന്റെ അനിയൻ ഇവിടെ ഏതാണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ വീട്ടിൽ ഇത്രയും വെള്ളമുണ്ട് കേട്ടോ. അരുവിന്റെ മുറിയിൽ ഇത്രയും വെള്ളമുണ്ട്. ഇവിടെ ഇത് പൊക്കി വെച്ചിട്ടില്ലല്ലോ ഇവര്. എന്തി ആ മറ്റേ നമ്മൾ വന്ന ഷിപ്പ് മുങ്ങി ഉള്ളൊന്ന്. അപ്പോൾ ഞങ്ങൾ അരുളിൻ്റെ വീട്ടിൽ നിന്ന് വള്ളമൊക്കെ ഒന്ന് മുങ്ങി കഴുകി കയറ്റി ഞങ്ങൾ പോയേക്കും കേട്ടോ. ഓക്കെ ബൈ. പൂരിമൻ്റെ വീട്ടായിട്ട് നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യും. വള്ളത്തായിരുന്നു മൊത്തം പ്രാണിയൊക്കെ മേത്തേത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ. പിന്നെ ഒരു ഫ്ലോയ്ക്ക് നമ്മൾ ചൂണ്ട ഇതൊക്കെ എടുത്തതേ ഉള്ളൂ, ഇതിൻ്റെ അകത്തൊന്നും വേണ്ടി കിട്ടിയൊന്നുമില്ല. അപ്പോൾ എന്താ നമ്മൾ മൊത്തം നനഞ്ഞ് കുളിച്ച് തിരിച്ച് എല്ലാവരും കാണിച്ചിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ വീട്ടിൽ പോകുന്നു, അല്ലെങ്കിൽ വീട്ടിൽ പോകുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇത് ലൈക്കും സബ്ബൊന്നും ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ അവസ്ഥ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ കണ്ടിട്ട് ഒരു ചെറിയൊരു പ്രതികരണം എല്ലാവരും ഉണ്ടാവുക. അതിന് വേണ്ടിയൊക്കെയാണ്. പിന്നെ എന്തെങ്കിലും ഒരു വികസനം ഇവിടെ ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകട്ടെ. ഇപ്പോൾ പുതിയ സർക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിട്ട് കുറച്ച് ആൾക്കാരിലോട്ടൊക്കെ, അപ്പം മെയിനായിട്ട് ഇപ്പം ഇതിന് എന്തെങ്കിലും ചെയ്യാവുന്ന ഇപ്പോൾ MLA അതുപോലുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരിലോട്ടൊക്കെ എത്തിക്കുക. അപ്പോൾ ഓക്കെ ബൈ, ടാറ്റ.